ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോണിക്കൽ ട്യൂബ് ഓഫ് ലെങ്ത് 2 മീറ്റർ. ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. ഫിക്സഡ് ഇൻ എ സ്മോൾ എൻഡ് അപ്വേർഡ്സ്. ദ വെലോസിറ്റി ഓഫ് ദ സ്മോളർ എൻഡ് ഈസ് 5 മീറ്റർ. അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് Z2 പ്ലസ് HF. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ ഇതില് ഇതിൽ അവർ തന്നേക്കുന്നത് ഇതാണ് റിയൽ ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ. ഓക്കെ, ഓർ HL അല്ലെങ്കിൽ HF എന്ന് പറയും. അപ്പൊ ഇതിൽ അവർ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രഷർ അവർ ചോദിച്ചിങ്ങനെ കോണിക്കൽ പ്രഷർ ഓഫ് ലെങ്ത് 2 മീറ്റർ. ലെങ്ത് 2 മീറ്റർ ആകുമ്പോൾ ഇത് ഗ്രൗണ്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് ഇത്രയും 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഗ്രൗണ്ടിൽ ഇരിക്കണോണ്ട് ഇത് ഈ ഇവിടത്തെ ഇസഡിന്റെ വാല്യൂ എന്തായിരിക്കും? Z2ന്റെ വാല്യൂ എന്തായിരിക്കും? 0. Z1ന്റെ വാല്യൂ എന്തായിരിക്കും? 2. ഹൈറ്റ് മനസ്സിലായോ? Z2 0 അതിന്റെ ഹൈറ്റ് ആണ് 2 മീറ്റർ. അങ്ങനെയാണ് അത് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് തന്നിരിക്കണെന്ന് പറഞ്ഞാൽ ഇത് പ്രഷർ ഹെഡ് അറ്റ് ദ സ്മോളർ. പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും വാല്യൂവിനെയാണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. പ്രഷർ ഹെഡ്. അപ്പൊ ഡയറക്റ്റ് പ്രഷർ ഹെഡ് എത്ര തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞു. 2.5 മീറ്റർ ഓഫ് ലിക്വിഡ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഈക്വേഷനിൽ എത്രയാണ്? 2.5 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. 2 ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഒരു സ്ഥലത്ത് 2ഉം ഒരു സ്ഥലത്ത് 5ഉം. അതായത് വെലോസിറ്റി ഓഫ് സ്മോളർ എൻഡ് ഈസ് 2 മീറ്റർ. അപ്പൊ ഇവിടെ എത്ര 2 മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എത്ര 5 മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ പാർട്ടും ആയി. ഇനിയുള്ള എന്താണ്? P2 ബൈ റോ ജി നമ്മൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് P2 ബൈ റോ ജി. ഓക്കെ, HL തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. HL എങ്ങനെ തന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ തന്നിട്ടുണ്ട് HL എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. HL എന്ന് പറഞ്ഞാൽ എന്താണ്? HL ഓർ HF ഈസികൾ എന്താണ് ഫോർമുല? 0.35 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് HL കിട്ടും. അതായത് എവിടെ കൊണ്ട് കൊടുക്കുക? ഇത് ഇവിടെ കൊണ്ട് കൊടുക്കുക, HL വാല്യൂ. അപ്പൊ അൺനോൺ ഏതാണ്? P2 ബൈ റോ ജി. അപ്പൊ ഇതെല്ലാം നമ്മൾ എക്സിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ P2 ബൈ റോ ജിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എക്സിറ്റ് കൊടുക്കുക, നമുക്ക് P2 ബൈ റോ ജിയുടെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ?